ഇന്നത്തെ കളി ഫിഫ മഞ്ചേരി എടുക്കും. ഫിഫ മഞ്ചേരി ജയിക്കും, ഒരു പേടിയും പേടിച്ചണ്ട. കുപ്പു തന്നെ ജയിക്കും, ഷുവറായിട്ട്. ടൈ ബ്രേക്കറിൽ ഫിഫ മഞ്ചേരി ജയിക്കും. അഭിലാഷ് കുക്കൂത്താണ് ജയിക്കാൻ സാധ്യത. കുപ്പത്ത് ജയിക്കും, ഷുവറായിട്ട് ഫിഫ മഞ്ചേരി അടിക്കും. 2-2 സമനില, പെനാൾട്ടിയിൽ കുപ്പത്ത് ജയിച്ചു. ഫിഫ മഞ്ചേരി ജയിക്കുള്ളൂ. നമസ്കാരം. പെരിന്തൽമണ്ണ ജനകീയ മഹോത്സവം 52ാമത് ഖാദർ അലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കൊടിയിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ കരുത്തരായ ഫിഫ മഞ്ചേരിയും അഭിലാഷ് FC കുപ്പൂത്തും തമ്മിലാണ് മത്സരം. പെരിന്തൽമണ്ണയുടെ സായാഹ്നങ്ങളെ ഏറ്റവും മനോഹരമാക്കിയ ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഒരു മാസം പിന്നിട്ട് ഇന്ന് ഫൈനൽ ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. രണ്ട് ടീമിന്റെയും ഒരുപാട് ആരാധകർ ഇവിടെയുണ്ട്. അവരോട് തന്നെ ചോദിക്കാം, ആരായിരിക്കും ഈ മത്സരത്തിൽ വിജയിക്കുക, ഈ ഖാദർ അലി കിരീടം ആര് സ്വന്തമാക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികളോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പൊ ഇന്നാണല്ലോ നമ്മുടെ ആവേശകരമായ ഫൈനൽ മത്സരം. ഫിഫ മഞ്ചേരിയും അതോടൊപ്പം തന്നെ അഭിലാഷ് FC കുപ്പൂത്തും തമ്മിലാണ് മത്സരം. എന്താണ് പ്രവചനം, ആരായിരിക്കും വിജയിക്കുക? മഞ്ചേരി ജയിക്കും. ഫിഫ മഞ്ചേരി 2-1 ജയിക്കും. ഫിഫ മഞ്ചേരി ഷുവറായിട്ട് ഫിഫ മഞ്ചേരി അടിക്കും. ഓ ഫിഫന്റെ ഒപ്പം തന്നെ. ഇന്നത്തെ മത്സരം വിജയികള് കുപ്പൂത്തായിരിക്കും, ഫിഫ മഞ്ചേരി ആയിരിക്കില്ല. ഇന്നത്തെ കളി ഫിഫ മഞ്ചേരി എടുക്കും. ഇന്നത്തെ കളി ഫിഫ മഞ്ചേരി 2-1 ജയിച്ചിരിക്കും, തീർച്ചയായും. ഫിഫ മഞ്ചേരി ജയിക്കും, ഒരു 2-1 ഉറപ്പായിട്ടും ജയിക്കും, ഒരു പേടിയും പേടിച്ചണ്ട. കുപ്പു തന്നെ ജയിക്കും, ഷുവറായിട്ട്. ഡിഫൻഡറും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഫിഫ മഞ്ചേരിയാണ്. ടൈ ബ്രേക്കറിൽ ഫിഫ മഞ്ചേരി ജയിക്കും. 5-4 അഭിലാഷ് കുപ്പൂത്ത്. മഞ്ചേരി ജയിക്കും. ഫിഫ മഞ്ചേരി ഇപ്പോൾ എല്ലായിടത്തും കളിക്കുന്നുണ്ട്, രണ്ടും കുഴപ്പമില്ല. എന്നാലും കുപ്പൂത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ. ഫിഫ മഞ്ചേരി 2-1 ജയിക്കും. ഫിഫ മഞ്ചേരി. ഫിഫ മഞ്ചേരി. ഫിഫ മഞ്ചേരി. ഫിഫ മഞ്ചേരി. ഫിഫ മഞ്ചേരി 2-1. അഭിലാഷ് കുക്കൂത്താണ് ജയിക്കാൻ സാധ്യത. ഇന്ന് 2 ഗോൾ ജയിക്കുന്നു കുപ്പൂത്ത്. കുപ്പത്ത് ജയിക്കും. അഭിലാഷ് FC ജൂബിലി റോഡ് ജയിക്കും. ജൂബിലി തന്നെ വിജയിക്കുള്ളൂ, 2-0 വിജയിക്കും. ഇന്നത്തെ കളിയിൽ ഫിഫ മഞ്ചേരി ആയിരിക്കും ജയിക്കുന്ന ഞാൻ പ്രതീക്ഷ. ഫിഫ മഞ്ചേരി ജയിക്കും. ഫിഫ മഞ്ചേരി ജയിക്കും. മഞ്ചേരി ഞങ്ങളെ നാട്ടുകാരാണ് സ്പോൺസർ. ഞങ്ങളെ കാർഗിൽ ജോബിലി എന്ന് പറഞ്ഞാൽ സ്പോൺസർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെതായ ഒരു ടീമിൻ്റെ ഒരു ഇതുണ്ടാവില്ല ഞങ്ങൾക്ക്. അഭിലാഷ് FC കുക്കൂത്തിനെയാണ് സ്പോൺസർ ചെയ്തേക്കണത്. അപ്പോൾ 2 ഗോളിന് ജയിക്കുന്നതാണ് ഞങ്ങൾ പറയണത്. ഫിഫ മഞ്ചേരി ജയിക്കുന്നത് 2 ഗോളിന് ജയിക്കും. ഒരു 2-1 ജയിക്കും ഫിഫ മഞ്ചേരി. ഫിഫ ജയിക്കും. ഏത് ടീമാ ജയിക്കും വെച്ചാൽ ഏത് ടീമും ജയിക്കും. അത് ആ ഒരു ടൈമിന്റെ ഇതിനനുസരിച്ചിട്ടേ കാര്യം പോലെ കളീനെ പറ്റിയിട്ട് ഇതിപ്പോൾ നമുക്ക് ഒറ്റടിക്കൊന്നും പറയാൻ പറ്റില്ല. ഏത് നിമിഷവും കളി മാറും, ഏത് സെക്കൻഡിലും ഏത് മിനിറ്റിലും കളി മാറും. അപ്പോൾ കളിയുടെ ഒരു രീതിക്ക് അനുസരിച്ചിട്ടാവും ജയം തോൽവിയൊക്കെ. ഫിഫ മഞ്ചേരി തന്നെ. ഫിഫ മഞ്ചേരി ജയിക്കുള്ളൂ. 2-1 ജയിക്കും. നല്ല കട്ട മത്സരമായിരിക്കും. ഫിഫ മഞ്ചേരി ജയിച്ചു. ഫിഫ മഞ്ചേരിനെ. ഫിഫ മഞ്ചേരി ജയിക്കുന്നതാണ് പ്രതീക്ഷ. കുപ്പൂത്ത് ജയിക്കും. 2-2 സമനില, പെനാൾട്ടിയിൽ കുപ്പൂത്ത് ജയിച്ചു. ഫിഫ മഞ്ചേരി. ഫിഫ മഞ്ചേരി ജയിക്കും. അതിലെന്താ സംശയം, കുപ്പു തന്നെ. എത്ര ഗോളിന്? 2-0. അടിപൊളിയായിരിക്കും. 3 കുപ്പൂത്ത്. മഞ്ചേരി 2-1. ഇരു ടീമുകളുടെയും ആരാധകർ ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുമ്പോൾ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ പൊടി പാറുമെന്ന കാര്യം ഉറപ്പാണ്. ആവേശകരമായ ഈ ഫൈനൽ മത്സരത്തിൽ ആയിരങ്ങളെ സാക്ഷിയായിക്കൊണ്ട് ഫിഫ മഞ്ചേരിയാണോ അഭിലാഷ് കുപ്പൂത്താണോ ഖാദർ അലി കിരീടം സ്വന്തമാക്കുക എന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ. ക്യാമറമാൻ ഷാനു അരിക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.